രാഹുൽ ഗാന്ധി ഇപ്പോഴും കേരളത്തിലുണ്ട്. കേരളത്തിൽ വന്നിട്ട് അദ്ദേഹം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും പിണറായി വിജയൻ മുഖ്യമന്ത്രിയെയും ഒക്കെ അതിശക്തിയായിട്ട് എതിർത്തുകൊണ്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കടന്നാക്രമണം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കടന്നാക്രമണം നടത്തുമ്പോൾ കേരളം ഒറ്റക്കെട്ടായിട്ട് ചോദിച്ചു, അത് കക്ഷിയൊന്നും വ്യത്യാസമില്ലാണ്ട് ചോദിച്ചു. കോൺഗ്രസ് 100 വീട്, രാഹുൽ ഗാന്ധി 100 വീട്, യൂത്ത് കോൺഗ്രസ് 100 വീട്, 30 വീട്, അങ്ങനെ 230 വീട്. ഇത്രയും വീട് ഞങ്ങൾ ചുരൽമല മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി നിർമ്മിച്ച് കൊടുക്കാൻ പോവാണ് എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ സ്ഥലം വാങ്ങി എന്ന് പറഞ്ഞു. ഇതിൻ്റെ പണം അവർ പ്രത്യേക ആപ്പ് വഴി പിരിച്ചു. ആ പിരിച്ച പണം ഇവിടെ എന്ന ചോദ്യത്തിന് ഇന്നേ വരെ മറുപടി പറഞ്ഞിട്ടില്ല. ആദ്യം ഒരു ഘട്ടത്തിൽ പറഞ്ഞു പ്രതിപക്ഷ നേതാവിൻ്റെയും KPCC പ്രസിഡൻറ്റിൻ്റെയും സംയുക്ത അക്കൗണ്ടിൽ ആ പണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. എങ്കിൽ ഇവർ രണ്ടുപേരും മത്സരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സമർപ്പിക്കേണ്ടുന്ന സത്യവാങ്മൂലത്തിൽ കൊടുക്കേണ്ടതാണ് ഈ പണത്തിൻ്റെ അക്കൗണ്ട്. രണ്ടാളും കൊടുത്തില്ല. അപ്പോൾ പിന്നെ എവിടെയാണ് ഈ പണം പോയത്? അപ്പോൾ ഞങ്ങൾ പിരിച്ച പണമാണെന്നാണ് പറഞ്ഞത്. ജനങ്ങളോട് പിരിച്ച പണമല്ലേ? രാഹുൽ ഗാന്ധിയുടെ 1 മാസത്തെ ശമ്പളം ഉൾപ്പെടെ അവർ പിരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഗവൺമെൻറ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ പിരിച്ച പണം എവിടെയാണ് കൊണ്ടുപോയത്? നിങ്ങളാകെ 3 ഏക്കർ സ്ഥലം വാങ്ങി അങ്ങനെ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അപേക്ഷ പോലും മേപ്പാടിയിലെ പഞ്ചായത്തിൻ്റെ കയ്യിൽ കൊടുത്തില്ല എന്ന് അവർ തന്നെ പറഞ്ഞു. UDFൻ്റെ പഞ്ചായത്താണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന പഞ്ചായത്തല്ല. അവിടെ തറക്കല്ലിട്ടത് രാഹുൽ ഗാന്ധിയാണ്. ആ തറക്കല്ലിട്ട രാഹുൽ ഗാന്ധി അതിനുശേഷം ഇവിടെ ഈ രീതിയിൽ ശക്തിയായ രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ VD സതീശൻ എല്ലാ കളവ് പറയുന്നത് പോലെ, നുണ പറയുന്നത് പോലെ വീണ്ടും പറഞ്ഞു, നിങ്ങൾ പോയി നോക്ക്, അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ? ഈ പുനരധിവാസത്തിന് വേണ്ടി അവരെടുത്ത 3 ഏക്കർ സ്ഥലത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പോയി നോക്ക്. ഞാൻ രാവിലെ കാണുന്നത് റിപ്പോർട്ടർ TV ചാനൽ എവിടെ പോയി ആ സ്ഥലം മുഴുവൻ കാണിക്കുക. അവിടെ രാഹുൽ ഗാന്ധി വെച്ച കല്ല് തന്നെ കാണുന്നില്ല, അതിൻ്റെ മേലെ ഒരു കല്ല് വേറെ വെച്ചിട്ടുമില്ല. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള അവസ്ഥ. പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോയി നോക്കിക്കോ, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ പറഞ്ഞത് പണി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നില്ല. ഇപ്പോൾ അത് മാറ്റി, പണി പൂർത്തിയാക്കിയാൽ ഞാൻ കണക്ക് പറയുന്നതാണ്. അത് ഏത് നൂറ്റാണ്ടിലാണ് എന്ന് മാത്രമേ അറിയേണ്ടിയുള്ളൂ. എപ്പോഴും പണി പൂർത്തിയാക്കുന്നതിനെ പറ്റിയ പണി പൂർത്തിയാക്കിയാൽ ഞങ്ങൾ കൃത്യമായിട്ട് കണക്ക് പറയുന്നതാണ്. പണി പൂർത്തിയായാലല്ലേ കണക്ക് പറയുള്ളൂ. പണി പൂർത്തിയാകുന്നതിൻ്റെ ഭാഗമായിട്ട് എവിടെ നിന്ന് ഈ പണം എവിടെ കൊണ്ടുപോയി, ആ പണം എവിടെ നിക്ഷേപിച്ചു, എപ്പോഴാണ് നിങ്ങൾ പണി തുടങ്ങാൻ പോകുന്നത്? 6 മാസം കഴിഞ്ഞാലും പണി തുടങ്ങാൻ പറ്റില്ല. അതിൻ്റെ ഒരു വർക്ക് നടത്തിയിട്ടില്ല, അപേക്ഷ കൊടുത്തിട്ടില്ല, ടൗൺ പ്ലാനിങ്ങിനോട് സമ്മതം വാങ്ങിയിട്ടില്ല, ഒരു കാര്യവും ചെയ്യാതെ ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായി നിങ്ങളുടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രചരണം ഉണ്ടല്ലോ. ആ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് യഥാർത്ഥത്തിൽ ഒന്നും നടക്കാത്ത കാര്യം നടന്നു എന്ന് വരുത്താനും നടത്തും എന്ന് പറയാനും വേണ്ടി മാത്രമേ ഉദ്ദേശിക്കുന്നു. അതുപോലെ രാഹുൽ ഗാന്ധി പാട്ടെല്ലാം പാടും. ഇപ്പോൾ ഈരടി പാടി എന്നാണ് പറയുന്നത്. എന്നിട്ട് ചോദിച്ചത്രേ, ശബരിമലയിൽ പോറ്റിയെ കയറ്റിയത് ആരപ്പ? അങ്ങനെയൊന്നുമല്ല ചോദിച്ചു, എന്തൊക്കെയോ എന്ന് മലയാളത്തിൽ പറഞ്ഞത്. പോട്ടെ, കുഴപ്പമില്ല, അദ്ദേഹത്തിന് മലയാളമൊന്നും അറിയില്ല. അതിന് ഉത്തരം അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെയുണ്ട്. ശബരിമലയിൽ പോറ്റിയെ കയറ്റിയത് KC വേണുഗോപാലിനാണ്. എന്നിട്ട് സഖാക്കളാണപ്പ എന്ന ഉത്തരമല്ല, KC വേണുഗോപാലിന് UDFുമാണപ്പ എന്നാണ് ഉത്തരം. പിന്നെ അവിടുത്തെ അഴിമതിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം പറഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ MP-മാർ 2 MP-മാർ, ഒന്ന് ഇപ്പോഴത്തെ വളരെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ അടൂർ പ്രകാശ് എന്ന UDFൻ്റെ കൺവീനറാണ്, ആൻ്റോ ആൻ്റണി, പ്രിയാർ ഗോപാലകൃഷ്ണൻ. ഈ 2 പ്രധാനപ്പെട്ട പെരുങ്കള്ളന്മാരാണ് നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 2 ആൾ. ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി,
മറ്റൊന്ന് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ. ഇവരെല്ലാം കൂടി ചേർന്ന് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ വലയത്തിൽ ജീവിക്കുന്ന സോണിയാഗാന്ധിയെ ഒരു പ്രാവശ്യമല്ല നിരവധി പ്രാവശ്യം കാണും. എന്തടിസ്ഥാനത്തിലാണ്, എന്താവശ്യത്തിനാണ്? അത് രാഹുൽ ഗാന്ധിക്ക് തന്നെ വീട്ടിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നതാണല്ലോ. ഇവിടെ വന്നിട്ട് പാട്ട് പാടുമ്പോൾ ആലോചിക്കണ്ടേ ആദ്യം? എന്തിനായിരുന്നു? എന്തോ കൈക്ക് കെട്ടിക്കൊടുക്കുന്ന കാര്യം നമ്മൾ കണ്ടല്ലോ. എന്താ കെട്ടിക്കൊടുത്തത്? ഇതെല്ലാം തമ്മിലുള്ള നിങ്ങളുടെ ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? എന്നിട്ട് ഇവിടെ വന്ന് പാട്ടുപാടിയാൽ കാര്യം ശരിയാവൂ? ഉത്തരവാദിത്വപരമായ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ തരംതാണ രീതിയിൽ വന്ന് കേരളത്തെ അധിക്ഷേപിക്കുന്നതിന് RSകാരും BJPക്കാരെല്ലാം കേരള സ്റ്റോറി പോലെ ഇവിടെയും അതുപോലുള്ള സ്റ്റോറി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വ്യവസായ സൗഹൃദമല്ല എന്നാണ് ഇപ്പോൾ ഇവർ ആരോപണം ഉന്നയിക്കുന്നത്. ഇന്ത്യയിലെ സ്വയം സംരംഭകരുമായി ബന്ധപ്പെട്ട് കേരളം രണ്ടാം ടേമിലെ ആദ്യത്തെ കൊല്ലം 1,30,000 രജിസ്റ്റർ ചെയ്തത്. 1,00,000 നമ്മൾ അന്ന് ടാർഗറ്റ് ഇട്ടത്. ഞാനന്ന് മന്ത്രിയായിരിക്കുമ്പോഴാണ് രാജീവും ഞാനും കൂടി ചേർന്ന് ഈ ഒരു പ്രൊജക്റ്റ് ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും നമ്പർ കണക്കാക്കി 1,00,000 സംരംഭകരെ കണ്ടെത്തണമെന്ന് തീരുമാനിച്ചത്. അത് കൊല്ലം 1,30,000 ആളെ കണ്ടെത്തി. അത് പിന്നീടും തുടർന്നു. ഇപ്പോഴും 4 കൊല്ലം കഴിഞ്ഞപ്പോൾ 4,00,000-ലധികമായി. 8 ലക്ഷത്തിലധികം ആളുകൾക്ക് ജീവിതം നൽകാൻ സാധിച്ച സംരംഭ പ്രവർത്തനമാണ് കേരളത്തിൽ നടന്നത്. അതുകൊണ്ടാണ് 1ാം സ്ഥാനത്തേക്ക്. 28ാം സ്ഥാനത്തായിരുന്നു വ്യാവസായിക മേഖലയിലെ നമ്മുടെ ഇടപെടൽ. അത് പിന്നീട് 15ആയി. ഇപ്പോഴും 1ാം സ്ഥാനത്തായി 2 വർഷമായിട്ട്. വലിയ മാറ്റമാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ കേരളം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. KDSCും കേരള എക്കണോമിഷനും ചേർന്നുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന പദ്ധതികൾ നമ്മൾ ഓരോന്നും MLAമാരുടെ നേതൃത്വത്തിൽ ഓരോ മണ്ഡലത്തിലും പൊതുവെ കേരളത്തിലാകെയും തൊഴിൽ നൽകുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തി. നിങ്ങൾക്കറിയുന്നത് പോലെ ചെറുപ്പക്കാർ ഡിഗ്രി പാസ്സായി തൊഴിൽ നേടണം. സ്വാഭാവികമായിട്ടും അടിസ്ഥാന വിദ്യാഭ്യാസം കൊണ്ട് മാത്രം സാധിക്കില്ല. അപ്പോൾ തൊഴിൽ നൈപുണ്യം നേടണം. ആ നൈപുണ്യം നേടാൻ വേണ്ടിയിട്ടാണ് 5 ലക്ഷം ചെറുപ്പക്കാർക്ക് 1000 ഉറുപ്പിക വീതം മാസാമാസം കൊടുക്കാൻ തീരുമാനിച്ചത്.